അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയ 9ൻ്റെ നമ്പറുകളിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് നമ്പറുകൾ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യം, അതായത് നമ്മൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഓരോ ഓർഡർ പ്രകാരം ഇതാണ് 9ൻ്റെ നമ്പറുകൾ. ഇവിടെ മുഴുവൻ 9ൻ്റെ നമ്പറാണ്. അപ്പോൾ 9ൻ്റെ നമ്പർ വരുന്നത് നമുക്കറിയാലോ. ഒരു നമ്പറിനെ അതായത് 9ൻ്റെ നമ്പറിനെ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 കൊണ്ട് ഹരിച്ചാൽ നമുക്കിവിടെ 235ൻ്റെ ഇൻറ്റു 9 ഈ നമ്പർ. അപ്പോൾ 2350ൻ്റെ ബ്ലോക്ക് അടിക്കുക. അപ്പോൾ അത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ 229, 230, 230 ഇങ്ങനെ ആയിട്ട് ഈ സൈഡിൽ മൊത്തം എഴുതി വെച്ചിട്ടുള്ള നമ്പറുകളിലും ഉണ്ട് ഒരു 9ൻ്റെ നമ്പർ. ആ നമ്പറുകളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 23, 40 കണ്ടില്ലേ, 2, 3, 5, 4, 9 അങ്ങനെ ഈ സൈഡിലും 9ൻ്റെ നമ്പറുകൾ കാണും. കണ്ടില്ലേ, ഒരുപാട് 9ൻ്റെ നമ്പറുകൾ. അപ്പോൾ ഞാൻ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ വട്ടം വരച്ച് വെച്ചിട്ടുള്ള ഇതൊക്കെ 9ൻ്റെ നമ്പറുകളാണ്. ഈ സൈഡിൽ കാണുന്ന 9ൻ്റെ നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ബ്ലോക്കിൽ അടിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൽ അടി വരുമ്പോൾ എന്തായാലും ഈ സൈഡിൽ അടി വരുന്നതാണ്. അപ്പോൾ ഈ സൈഡിലുള്ള 9ൻ്റെ നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക എന്തായാലും. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, വേണ്ടില്ലേ, ഞാൻ എല്ലാ നമ്പറുകളിലും ഇതുപോലെ ഈ സൈഡിൽ 9ൻ്റെ നമ്പർ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, 39ൻ്റെ ബ്ലോക്ക്, 34, 20ൻ്റെ ബ്ലോക്ക്, 33, 30ൻ്റെ ബ്ലോക്ക്, 36, 0ൻ്റെ ബ്ലോക്ക്, 35. അപ്പോൾ ഈ ഭാഗത്തുള്ള മസ്റ്റായിട്ടും ഇങ്ങനത്തെ ബ്ലോക്ക് ഈ ഭാഗത്ത് അടിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് അടി വരുന്നുണ്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നേരെ നമ്മൾ വട്ടട്ട് വെച്ചിട്ടുള്ള ഇതിന് നേരെയുള്ള ഈ 34, 50ൻ്റെ ബ്ലോക്കാണ് അടിക്കുന്നതെങ്കിൽ 35, 10ൻ്റെ ബ്ലോക്ക് എന്തായാലും അടിച്ചിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 27, 8 തുടങ്ങുന്ന, അതായത് 27, 0 എന്ന് പറയുമ്പോൾ 7, 9 അപ്പോൾ ഒരു 9ൻ്റെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് അടിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഇതല്ലേ 27, 0, 8 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഭാഗത്ത് നമ്മൾ വട്ടട്ട് വെച്ചിട്ടുള്ള നമ്പറുകളിൽ, വട്ടട്ട് വെച്ചാലും വെച്ചില്ലെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന നമ്പറുകളിൽ 27, 0, 8 അടിച്ചിട്ടുള്ളതെങ്കിൽ എന്തായാലും ഈ ഒരു ഭാഗത്ത് 24, 37, അതായത് ഇവിടെ അടിച്ചിട്ടുള്ള ഒരു നമ്പറിൻ്റെ കുറവാണ് ഈ ഭാഗത്ത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 24, 37. ഇനി അല്ല, ഈ ഭാഗത്താണ് ഫസ്റ്റ് അടിക്കുന്നത്, 24, 37 അടിക്കുന്നതെങ്കിൽ എന്തായാലും ഇവിടെ 27, 0, 8 വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ 27, 0, 8 അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഇത് വന്നിട്ടുണ്ടോ നോക്കും. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും 24, 37 വരണം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇവിടെ ഞാൻ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതേ 2 ദിവസം ഈ 27, 0, 8 വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ 24, 37 അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ 24, 37 വന്നപ്പോൾ 24, 37 വന്നപ്പോൾ ഒരു നമ്പർ കൂട്ടി ഇവിടെ എടുക്കാൻ നോക്കുക. 27, 0, 8 അതാണ് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ 27, 0, 8 ആയിട്ട് അടിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ദിവസം മുന്നേ അടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ചാൻസ് നോക്കുന്നത്. 27, 0, 8 അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും 24, 37 അല്ലെങ്കിൽ 36 എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോഴേക്കും പിറ്റേ തലേ ദിവസം തന്നെ 24, 37 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24, 30 എന്നുള്ളത് ഒരു 9ൻ്റെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 24, 30ൻ്റെ നേരെ കാണുന്നത് 21, 80ൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മളിവിടെ 24, 37 അടിച്ചിട്ടുണ്ടെങ്കിൽ 24, 37 അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ചാൻസ് വരുന്നതും അതിന് പിറ്റേ ദിവസം 21, 86. അതായത് ഈ ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ കുറച്ചിട്ടാണ് ഇവിടെ അടിക്കുന്നത്, 21, 86. അതേസമയം ഇവിടെ എത്രയാണ് അടിച്ചിട്ടുള്ളത് ആ ഒരു നമ്പർ കൂട്ടിയിട്ടാണ് ഇവിടെ അടിക്കുന്നത്. ഇപ്പോൾ 21, 86 മുന്നേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 24, 37 അടിച്ചിട്ടുണ്ടാവും. മനസ്സിലായ? ഇവിടെ ഇതാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ 24, ഈ ഒരു നമ്പർ 24, 37 അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇവിടെ ഒരു നമ്പർ കുറച്ചിട്ട് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഈ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ അടിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒരു നമ്പർ കുറച്ചടിക്കുക. ഈ ഭാഗത്തെ നമ്പറാണ് ബ്ലോക്കുകൾ അടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമ്പർ കൂട്ടിയെടുക്കുക. ഓക്കെ, ഇവിടേക്ക് കൂട്ടിയെടുക്കുക. അതാണ് ഇവിടെ 24, 37 വന്നപ്പോൾ ഇവിടെ 27 നിന്ന് ഒരു 8 27, 0, 8 ഈ ഭാഗത്ത് വന്നത്. അതേസമയം 24, 37 ഇവിടെ വന്നതുകൊണ്ടാണ്, അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു നമ്പർ കുറച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്, 21, 86. അത് ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ടെലഗ്രാമിൽ നമ്മുടെ ടെലഗ്രാമിൽ വന്നവരെ നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ്, ഫോൺ നമ്പറുകൾ. ഇതിലൊക്കെ നമ്മൾ നറുക്കിട്ട് എടുത്തിട്ട് ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അല്ലേ, ഇത് ഇത്രയും പേര് നമുക്ക് ടെലഗ്രാമിൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പേരുണ്ട്, പേരില്ലാത്തതുണ്ട്, ഫോൺ നമ്പർ കാണാത്തതുണ്ട്. അതൊക്കെ ഫോൺ നമ്പറൊക്കെ ടെലഗ്രാമിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. ഇതൊക്കെ ഇത്രയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നറുക്കിട്ടെടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നറുക്കിട്ടെടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോസിൽ ഇടാം. അങ്ങനെ വരുന്നവർ വരിക, ബുദ്ധിമുട്ടുള്ളവർ മാത്രം. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരെന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്, എങ്കിലും ഒരുപാട് കടങ്ങളുള്ളവർ വരണ്ട, കുറച്ച് കാശ് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർ വരിക. അവർക്ക് നമ്മളെന്തായാലും കിട്ടുന്നതിൻ്റെ പകുതിയിട്ടാണ്, നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി നമ്മൾ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, 24, 37 ഇതേണ്ടല്ലേ, 24, 37
ഈ ഭാഗത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ഒരു നമ്പർ കുറച്ചിട്ടാണ് അതിൻ്റെ പിറ്റേ ദിവസം 2186 അടിച്ചിട്ടുള്ളത്. ഇതേ 2186. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യാം. ഇപ്പോൾ 2490 ബ്ലോക്കിൽ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. 24 അതെ ഒരു ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചത് ഇതാണ് 2493 അടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഏതാണോ അടിച്ചിട്ടുള്ളത് 2493. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു നമ്പർ കൂട്ടിയിട്ട് ഇവിടെ 2244 ശരിക്കും ചാൻസ് നമ്പർ 2244 അല്ലെങ്കിൽ 22 ഇത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 2244 അല്ലെങ്കിൽ ഇതേ നമ്പർ തന്നെ മനസ്സിലായി. ഈ ഭാഗത്തുള്ള 3 ആണെങ്കിൽ ആ 3 തന്നെ കയറി അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 44. അപ്പോൾ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ടുള്ളതും ഇവിടെ കണ്ടില്ല 2243 അല്ലെങ്കിൽ 44. അപ്പോൾ അത് 44 ചിലപ്പോൾ തൊട്ട് ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ വരാതിരിക്കാം, പക്ഷേ വരും എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്ക് 9ൻ്റെ നമ്പറിൽ നല്ലൊരു ടെക്നിക്ക് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു തന്നു മാത്രം. പിന്നെ ലോട്ടറി ടെക്നിക്കില്ലാന്ന് ആരും പറയണ്ട. നമ്പറിൻ്റെ മിഷൻ നമ്മൾ മനുഷ്യന്മാർ സെറ്റ് ചെയ്യുന്നൊരു മിഷനാണ്. ആ മിഷൻ എനിക്ക് വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനൊക്കെ എനിക്ക് പറ്റും. അതിനൊരു കണക്ക് തന്നെ വേണം. ആ കണക്കിന് ഒരു ലോജിക്ക് വേണം. ആ ഒരു ലോജിക്കും ഇല്ലാതെ ഒരു മിഷനും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു ലോജിക്ക് ഇല്ലാണ്ടൊന്നും ഒരാൾ സെറ്റ് ചെയ്യില്ല. 9ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയാണ്. 9ന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുപോലെ പ്രൈം നമ്പർ ആയാലും സ്ക്വയർ നമ്പറും ക്യൂബ് നമ്പറും കോമ്പോസിറ്റ് നമ്പറുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വരുന്ന രീതിയിൽ തന്നെ വരുള്ളത്. അല്ലാതെ അത് ടെക്നിക്കിലാണെന്ന് ഒരാളും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു 9ൻ്റെ നമ്പറിൽ ഒരുപാട് ഐഡിയകളുണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കി നിങ്ങൾക്ക് പ്രൈസ് കിട്ടാത്ത ആൾക്കാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. ലോട്ടറി എടുക്കുമ്പോൾ പരമാവധി നോക്കിയും കണ്ടൊക്കെ എടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെറുതെ പോയി ഓരോ ടിക്കറ്റ് ഓടിപ്പോയി എടുത്ത് വെറുതെ കാശ് ഒരിക്കലും ഒരാളും കളയരുത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് നോക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന നമ്പറുകളിൽ 9ൻ്റെ നമ്പറുകൾ ഇതുപോലെ വട്ടട്ട് വെച്ചിട്ട് എന്തായാലും ഇങ്ങനത്തെ ബ്ലോക്ക് വരുമ്പോൾ എന്തായാലും അതിൻ്റെ പിറ്റേ ദിവസം ഇത് വരുന്നുണ്ട്. അല്ല അതിന് നേരെയുള്ള ഈ ബ്ലോക്കാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എന്തായാലും ഇത് വരുന്നുണ്ട്, വന്നിരിക്കും. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ച് അത് നമ്പറുകൾ അങ്ങോട്ട് മാറ്റുക. ഈ നമ്പറിൽ ഇപ്പോൾ 7 അടിച്ചിട്ടുള്ളതെങ്കിൽ 33, 36 എടുക്കുക. ഓക്കെ, ഇവിടെയാണ് 33, 36 അല്ലെങ്കിൽ 38 വന്നൊരു നമ്പർ കൂട്ടി ഇവിടെ എടുക്കുക. അല്ല ഇതടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിയെടുക്കുക. ഇവിടത്തേൻ്റെ കുറവായിട്ട് ഇവിടെ എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഈ നമ്പറിൽ ലാസ്റ്റ് നമ്പർ ഏതാ വന്നിട്ടുള്ളത് 3 ആ നമ്പർ തന്നെ ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്. അല്ലാതെ ഒന്നും കാണാതെ ഓടിപ്പോയി ഒരാളും ടിക്കറ്റ് എടുക്കണ്ട. അതുപോലെ ടെക്നിക്ക് പരമായിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ തന്നെയാണ് ഈ നമ്പർ വട്ടട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ എഴുതി വെച്ചാൽ ഇതേപോലത്തെ 9ൻ്റെ നമ്പറുകൾ മാത്രം ഈ സൈഡിൽ വട്ടട്ട് വയ്ക്കുക. വട്ടട്ട് വെച്ചിട്ട് നിങ്ങൾ നോക്കും. ഇതാണല്ലേ ഈ സൈഡിൽ കാണുന്ന 9ൻ്റെ നമ്പറുകൾ മാത്രം ഒന്ന് വട്ടട്ട് വയ്ക്കുക. അത് വട്ടട്ട് വെച്ചതിന് ശേഷം അതിന് നേരെ വരുന്ന നമ്പർ അല്ലെങ്കിൽ ഇപ്പുറത്തെ നമ്പറാണെങ്കിൽ ഈ നമ്പറുകൾ അതൊക്കെ നോക്കിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയപ്പോൾ 69, 30ൻ്റെ ബ്ലോക്കൊക്കെ അടിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് 5000. ഇപ്പോൾ 62, 30ൻ്റെ ബ്ലോക്കും വന്ന് പോയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ 1-ാം തീയതിക്ക് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് വട്ടട്ട് വയ്ക്കുക. നമുക്ക് കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയകൾ ഞാൻ ഇതുപോലെ ഇനിയും ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പോഴേ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നിങ്ങളത് കണ്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കമൻറ്റിൽ വന്നിട്ട് എനിക്ക് അത്ര കടണ്ട് ഇത്ര കടണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീഡിയോ കാണണം. വീഡിയോ കണ്ടാലേ എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ. വീഡിയോ കാണാതെ കമൻറ്റ് അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. വീഡിയോ കാണണം, കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വരിക. ബുദ്ധിമുട്ടുള്ളവർ വന്നാൽ അവരിൽ ഒരാളെ ഞാൻ നറുക്കിട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന പൈസയുടെ പകുതി ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നമ്പറുകളൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കും. ഇതുണ്ട്, അതൊക്കെ ഒരുപാട് ആൾക്കാരുടെ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പേരുള്ളതുണ്ട്, പേരില്ലാത്തതുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വരിക.